നമസ്കാരം. ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെയും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്റെയും പുതിയ കാലത്തെ സൗഹൃദം. യുക്രൈനുമായുള്ള യുദ്ധവിഷയത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിന് വലിയ പ്രസക്തിയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വരാനിരിക്കുന്ന നിർണായക ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. റഷ്യക്ക് ആയുധങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളെയും നൽകി ഉത്തര കൊറിയ ഈ ബന്ധത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പുടിൻ കിം സൗഹൃദം എങ്ങനെയാണ് ആഗോള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് എന്നും റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിലെ സങ്കീർണതകൾ എന്തെല്ലാമാണെന്നും വിശദമായി ഒന്ന് നോക്കാം. ജൂലൈ 12 നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തര കൊറിയ നൽകിയ സൈനിക സഹായത്തിന് പുടിൻ കിമ്മിനോട് നന്ദി അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ ആഴ്ച റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ ഡോബ്രോപിലിയയ്ക്ക് സമീപം പുതിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10 കിലോമീറ്ററിലധികം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ക്രെംലിൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ സൗഹൃദം, സഹകരണം കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ ഇരു രാജ്യങ്ങളും പ്രധാനമായി കാണുകയാണ്. അലാസ്കയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ട്രംപുമായുള്ള ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുടിൻ കിമുമായി പങ്കുവച്ചതായും ക്രെംലിൻ അറിയിച്ചു. എന്നാൽ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇത് സംബന്ധിച്ച പരാമർശങ്ങളില്ല. റഷ്യയിലെ കുർസ്ക് മേഖലയുടെ മോചനത്തിൽ ഉത്തര കൊറിയ നൽകിയ സഹായത്തെ പുടിൻ പ്രശംസിച്ചിട്ടുണ്ട്. റഷ്യയുടെ കുർസ്ക് മേഖലയെ മോചിപ്പിക്കുന്ന നടപടിയിൽ ഉത്തര കൊറിയ നൽകിയ സഹായത്തിന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നന്ദിയും അറിയിച്ചു. കഴിഞ്ഞ വർഷം യുക്രൈൻ സൈന്യം നടത്തിയ ആക്രമണം താൽക്കാലികമായിരുന്നു. എന്നാൽ റഷ്യൻ സേനയുടെ പ്രതികരണത്തിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് യുക്രൈനിന്റെ ഏകദേശം 20% പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലുണ്ട്. ഇത് റഷ്യയുടെ പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ തന്ത്രപരമായ ശക്തിയും തെളിയിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. യുക്രൈൻ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഒറ്റപ്പെട്ടപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭൂതപൂർവമായ സഹകരണം ഉടലെടുത്തു. യുക്രൈൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറഞ്ഞത് 10,000 ഉത്തര കൊറിയൻ സൈനികരെ റഷ്യൻ സൈനികർക്കൊപ്പം പോരാടാൻ അയച്ചിട്ടുണ്ട്. റഷ്യക്ക് മിസൈലുകൾ അതുപോലെ തന്നെ പീരങ്കി ഷെല്ലുകൾ എന്നിവയും ഉത്തര കൊറിയ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിച്ച റഷ്യയുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കം യുദ്ധം സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റഷ്യയുടെ തന്ത്രപരമായ കഴിവിനെയാണ് കാണിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ഉത്തര കൊറിയ നൽകുന്ന സൈനിക സഹായം റഷ്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് റഷ്യൻ സൈനിക നീക്കങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. കൂടാതെ റഷ്യയിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഉത്തര കൊറിയൻ തൊഴിലാളികൾ സഹായമാകുന്നുണ്ട്. ഈ സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഒരു ബദൽ സഖ്യം കെട്ടിപ്പടുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഈ ബന്ധത്തെ കാണാവുന്നതാണ് എന്നും ഒരു വിഭാഗം നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സഖ്യം ആഗോള ശക്തി കേന്ദ്രങ്ങളുടെ നിലപാടുകളെ മാറ്റാനും പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പുടിന്റെ പക്കൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. എന്തെല്ലാമായിരിക്കും അതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.